ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 5ാം ക്ലാസ്സിലെ ആദ്യത്തെ പാർട്ടിലെ SCERT സോഷ്യൽ സയൻസ്, അതുപോലെ SCERT സയൻസ് ഇവയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കണ്ടിട്ട് തുടർന്നുള്ള വീഡിയോസ് കാണുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻറ്റുകളാണ് തുടർന്നുള്ള വീഡിയോകൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോകൾ നിങ്ങളുടെ ആവശ്യപ്രകാരം ചെയ്യാനും ഉള്ള പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ കമൻറ്റുകളാണ്. അതുപോലെ ലൈക്ക്, ഷെയർ എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ആസിഡുകളും ബേസുകളും. അപ്പോൾ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രത്തിൽ ഒരു പരീക്ഷണം നടത്തുന്നതാണ്. കുട്ടികളും ടീച്ചറും തമ്മിലൊരു പരീക്ഷണം നടത്തുന്ന ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. കുട്ടികളിൽ കൗതുകമുണർത്തുന്ന എന്തെങ്കിലും ശാസ്ത്ര പരീക്ഷണവുമായാണ് സയൻസ് ടീച്ചർ മിക്ക ദിവസങ്ങളിലും ക്ലാസ്സിൽ വരുന്നത്. സുതാര്യമായ 2 ഗ്ലാസ് ടംബ്ലറുമായാണ് ഇന്ന് ടീച്ചർ ക്ലാസ്സിലെത്തിയത്. ഒരു ടംബ്ലറിൽ പിങ്ക് നിറമുള്ള ഒരു ദ്രാവകമുണ്ടായിരുന്നു. രണ്ടാമത്തെ ടംബ്ലർ ഒഴിഞ്ഞതായിരുന്നു. 2 ടംബ്ലറും ടീച്ചർ മേശപ്പുറത്ത് വച്ചു. ആദ്യ ടംബ്ലറിലെ പിങ്ക് നിറമുള്ള ദ്രാവകം ഒഴിഞ്ഞ ഗ്ലാസ് ടംബ്ലറിലേക്ക് പകരാൻ ടീച്ചർ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ടീച്ചർ പറഞ്ഞതുപോലെ ചെയ്തു. പിന്നീട് നടന്നത് അത്ഭുതമായിരുന്നു. രണ്ടാമത്തെ ടംബ്ലറിലേക്ക് പകർത്തിയ ആ പിങ്ക് ദ്രാവകം മഞ്ഞ നിറമായി മാറി. നല്ലൊരു മാജിക് കണ്ട ത്രില്ലായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഇവിടെ ക്ലാസ്സിൽ നടത്തിയ ഒരു പരീക്ഷണമാണ് നമ്മൾ വായിച്ചത്. ഇനി നോക്കാം. ജിനുവിൻ്റെ ഡയറി കുറിപ്പ് വായിച്ചല്ലോ. ജിനുവിൻ്റെ ക്ലാസ്സിൽ ടീച്ചർ നടത്തിയ പരീക്ഷണത്തിൻ്റെ രഹസ്യം എന്തായിരിക്കും? അപ്പോൾ ഇവിടെ ടീച്ചർ നടത്തിയ പരീക്ഷണത്തിൻ്റെ രഹസ്യം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ ചില സാമഗ്രികൾ ആവശ്യമാണ്. അവ ശാസ്ത്ര കിറ്റിൽ നിന്നെടുക്കാം. അപ്പം നമ്മുടെ ശാസ്ത്ര കിറ്റുകൾ എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്, നോക്കാം. ശാസ്ത്ര പരീക്ഷണങ്ങൾ ചെയ്യാൻ ആവശ്യമായ പല സാമഗ്രികളും നിങ്ങൾക്ക് വീട്ടിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും ശേഖരിക്കാനാകും. അവ ശേഖരിച്ച് വയ്ക്കുന്ന കിറ്റാണ് ശാസ്ത്ര കിറ്റ്. അപ്പോൾ നമ്മൾ ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് ആവശ്യമായ വസ്തുവകകൾ ഒക്കെ ശേഖരിച്ച് വയ്ക്കുന്നൊരു കിറ്റാണ് ശാസ്ത്ര കിറ്റ് എന്ന് പറയുന്നത്. സുതാര്യമായ ഗ്ലാസ് ടംബ്ലറുകൾ. എന്തൊക്കെയാണ് നമ്മൾ ശാസ്ത്ര കിറ്റിൽ വേണ്ടത്? സുതാര്യമായ ഗ്ലാസ് ടംബ്ലറുകൾ, അതുപോലെ പതിമുഖം ഇട്ട് തിളപ്പിച്ച പിങ്ക് നിറമുള്ള വെള്ളം. പതിമുഖം ഇട്ട് തിളപ്പിച്ച പിങ്ക് നിറമുള്ള വെള്ളം നമ്മൾ കണ്ടിട്ടുള്ള വെള്ളമാണ്. അതുപോലെ തന്നെ വിനാഗിരി, പിന്നെന്താണ് പുളിവെള്ളം, നാരങ്ങ നീര്, ഉപ്പ്, ചാരം, ചുണ്ണാമ്പ്, അപ്പക്കാരം, മോര് തുടങ്ങിയ വസ്തുക്കളാണ് ഈ യൂണിറ്റിലെ പരീക്ഷണങ്ങൾക്ക് ശാസ്ത്ര കിറ്റിൽ കരുതേണ്ടത്. അപ്പോൾ നമ്മൾ ശാസ്ത്ര കിറ്റിൽ കരുതേണ്ട വസ്തുവകകളാണ് ഈ പറഞ്ഞത്. ഓരോ യൂണിറ്റ് പഠിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടത്താൻ ആവശ്യമായ സാമഗ്രികൾ ശേഖരിച്ച് നിങ്ങൾക്ക് കിറ്റ് വിപുലപ്പെടുത്താം. അപ്പോൾ ഓരോ പരീക്ഷണം നടത്തുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശാസ്ത്ര കിറ്റ് വിപുലപ്പെടുത്താൻ സാധിക്കും. ഇനി ശാസ്ത്ര കിറ്റിൽ നിങ്ങൾ കരുതി വെച്ച ഗ്ലാസ് ടംബ്ലറുകൾ ഡെസ്കിൽ നിരത്തി വയ്ക്കൂ. വിനാഗിരി, പുളിവെള്ളം, ഉപ്പ് ലായനി, ചാരം കലക്കിയ വെള്ളം, നാരങ്ങ നീര്, അപ്പക്കാര ലായനി എന്നിവ പ്രത്യേകം ഗ്ലാസ്സുകളിൽ 2 or 3 തുള്ളി വീതം ചേർക്കൂ. ഓരോന്നിലേക്കും 1/2 ഗ്ലാസ് വീതം പതിമുഖ വെള്ളം ഒഴിക്കൂ. ഏതെങ്കിലും ടംബ്ലറിലെ വെള്ളത്തിന് മഞ്ഞ നിറം ലഭിച്ചോ? നിങ്ങളുടെ പരീക്ഷണം എന്താണ്? ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. അപ്പോൾ ഇവിടുത്തെ പരീക്ഷണത്തിൽ പറഞ്ഞത് എന്താണ്? പുളിവെള്ളം, ഉപ്പ് ലായനി, നമ്മൾ ചാരം കലക്കിയ വെള്ളം, നാരങ്ങ നീര്, അതുപോലെ അപ്പക്കാര ലായനി, ഇവ എന്ത് ചെയ്യുക? പ്രത്യേകം ക്ലാസ്സുകളിൽ എടുത്തിട്ട് നമ്മുടെ പതിമുഖ വെള്ളം ഇവ ഓരോന്നിലേക്കും പകർന്നു കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഏതോ ഒരു ടംബ്ലറിലെ വെള്ളത്തിന്, ഏതൊക്കെയോ ടംബ്ലറിലെ വെള്ളത്തിന് എന്ത് നിറം കിട്ടും? മഞ്ഞ നിറം കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജീനുവിൻ്റെ ഡയറിയിൽ പരാമർശിച്ച പരീക്ഷണത്തിൽ മഞ്ഞ നിറം ലഭിക്കാനായി രണ്ടാമത്തെ ഗ്ലാസ്സിൽ ടീച്ചർ ചേർത്തിരിക്കാൻ സാധ്യതയുള്ള പദാർത്ഥങ്ങൾ താഴെ കൊടുത്തവയിൽ ഏതെല്ലാമാവാം? നിങ്ങൾ ചെയ്ത പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുയോജ്യമായവയ്ക്ക് നേരെ ടിക്ക് അടയാളം രേഖപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ
മഞ്ഞ നിറം കിട്ടിയത് ഏതൊക്കെ വസ്തുക്കൾക്കായിരിക്കും ഈ പറയുന്നവയിൽ? അപ്പോൾ നമുക്കറിയാം ചാരം കലക്കിയ വെള്ളം ആണോ? അല്ല, അതിനല്ല. ഇനി നാരങ്ങാനീര്, ശരിയാണ്. നാരങ്ങാനീര് പതിമുഖ വെള്ളത്തിലേക്ക് ചേർക്കുമ്പോൾ എന്ത് കളറായിട്ട് നമുക്ക് കിട്ടും? മഞ്ഞ നിറമായി കിട്ടും. അതുപോലെ ഉപ്പ് ലായനി അല്ല. വിനാഗിരി, ശരിയാണ്. പുളിവെള്ളം, അതുപോലെ അപ്പക്കാര ലായനി അല്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പതിമുഖ വെള്ളത്തിൻ്റെ നിറം മഞ്ഞയാക്കിയ പദാർത്ഥങ്ങൾക്ക് രുചിയിൽ എന്തെങ്കിലും പൊതു സ്വഭാവമുണ്ടോ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ പതിമുഖ വെള്ളത്തിൻ്റെ നിറം മഞ്ഞയാക്കിയ പദാർത്ഥങ്ങൾക്ക് രുചിയിൽ എന്തെങ്കിലും പൊതു സ്വഭാവമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉണ്ടല്ലേ. അവയെല്ലാം എന്താണ്? പുളി രുചിയുള്ളവയാണല്ലോ. അപ്പം നമ്മൾ പറഞ്ഞു വിനാഗിരി, അതുപോലെ പുളിവെള്ളം, നാരങ്ങാനീര്, ഇതിനൊക്കെ എന്ത് രുചിയാണ്? പുളി രുചിയാണ്. ചില ആസിഡുകൾ അടങ്ങിയത് കൊണ്ടാണ് അവയ്ക്ക് പുളിരുചിയുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വസ്തുക്കൾക്കൊക്കെ പുളിരുചിയുള്ളത്? ഇവയിലൊക്കെ ചില ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ആസിഡുകളുടെ പ്രത്യേകതകൾ അറിയാൻ ചില പരീക്ഷണങ്ങൾ കൂടി ചെയ്യാം. എല്ലാവരുടെയും ഗ്ലാസ് ടംബ്ലറുകളിൽ ഡെസ്കിൽ നിരത്തി വയ്ക്കൂ. ഒരു ഗ്ലാസ്സിൽ ഒരു ദ്രാവകം എന്ന ക്രമത്തിൽ താഴെ പറയുന്ന ദ്രാവകങ്ങൾ ഗ്ലാസിൻ്റെ പകുതി ഭാഗം വരെ ഒഴിക്കൂ. അപ്പോൾ ഇവിടെ ഒരു പരീക്ഷണത്തിനാണ് ടീച്ചർ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അവരെടുത്തിരിക്കുന്നത് പരീക്ഷണത്തിന് വേണ്ടി? സോപ്പ് വെള്ളം, നാരങ്ങാനീര്, തെളിഞ്ഞ അപ്പക്കാര ലായനി, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, വിനാഗിരി, മോര്, പുളിവെള്ളം, തെളിഞ്ഞ ചാരവെള്ളം എന്നിവയാണ് എന്തിനു വേണ്ടിയിട്ട്? ഇവിടെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ടീച്ചർ എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു അധിക വായനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ലിറ്റ്മസ് പേപ്പറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ലിറ്റ്മസ് പേപ്പർ എന്താണെന്ന് നോക്കാം. മരങ്ങളിലും പാറകളിലും മറ്റും പറ്റിപ്പിടിച്ചു വളരുന്ന സസ്യവിഭാഗമായ ചിലയിനം ലൈക്കണുകളുടെ സത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ചായമാണ് ലിറ്റ്മസ്. അപ്പോൾ എന്താ ലിറ്റ്മസ്? എങ്ങനെയാണ് ലിറ്റ്മസ് നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത്? അപ്പോൾ ലിറ്റ്മസ് മരങ്ങളിലും അതുപോലെ പാറകളിലും മറ്റും പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു സസ്യവിഭാഗമായ ലൈക്കൺ, ഈ ലൈക്കണിൻ്റെ സത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ചായമാണ് ലിറ്റ്മസ്. ഇത് നിറം മാറ്റം വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്നു. അപ്പോൾ ലിറ്റ്മസ് എന്ത് ചെയ്യുന്നു? നിറം മാറ്റത്തിലൂടെ പദാർത്ഥങ്ങൾക്ക് ഏത് സ്വഭാവമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇനി ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പറും. അപ്പോൾ ഈ ലൈക്കണിൻ്റെ സത്ത് കടലാസിൽ പുരട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ലിറ്റ്മസ് പേപ്പർ കിട്ടും. ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പറും വെള്ളത്തിൽ ലയിപ്പിച്ച് ലിറ്റ്മസ് ലായനിയും ഉണ്ടാക്കുന്നു. അപ്പോൾ വെള്ളത്തിൽ ലയിപ്പിച്ചാൽ ലിറ്റ്മസ് ലായനി, അതുപോലെ ഇത് കടലാസിൽ പുരട്ടിയാൽ എന്ത് കിട്ടും? ലിറ്റ്മസ് പേപ്പറും കിട്ടും. നീല, അതുപോലെ ചുവപ്പ് നിറങ്ങളിലുള്ള ലിറ്റ്മസ് പേപ്പറുകളും ലായനികളും സ്കൂൾ ലബോറട്ടറിയിൽ ലഭ്യമാണ്. അപ്പം നമ്മൾ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നതാണ് നീല, അതുപോലെ ചുവപ്പ് നിറങ്ങളിലുള്ള ലിറ്റ്മസ് പേപ്പറുകൾ. സ്കൂൾ ലബോറട്ടറിയിൽ നിന്ന് നീല, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറുകൾ എടുത്തു വയ്ക്കൂ. ഇവ ദ്രാവകങ്ങളിൽ മുക്കി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ പരീക്ഷണം. അപ്പം എന്തൊക്കെയാണ്? ഇവിടെ ദ്രാവകങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ നിരീക്ഷണ ഫലം, നമ്മൾ ചുവന്ന ലിറ്റ്മസും നീല ലിറ്റ്മസും പുരട്ടി നോക്കിയപ്പോൾ എന്ത് ദ്രാവകങ്ങളിൽ മുക്കിയപ്പോൾ കിട്ടിയ നിറവും കൊടുക്കാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിനാഗിരിയിൽ നമുക്കറിയാം നീല ലിറ്റ്മസ് എന്തായിട്ട് മാറും? നീല ലിറ്റ്മസ് ചുവപ്പ് ലിറ്റ്മസായി മാറും. ഇനി വിനാഗിരിയിൽ ചുവപ്പ് ലിറ്റ്മസ് എന്ത് തന്നെയായിരിക്കും? ചുവപ്പ് നിറം തന്നെയായിരിക്കും. നാരങ്ങാ നീരിൽ നീല ലിറ്റ്മസ് എന്തായി മാറും? ചുവപ്പ് നിറമായി മാറും, ചുവപ്പായി മാറും. ഇനി ചുവപ്പ് ലിറ്റ്മസ് എന്ത് തന്നെയാണ്? അത് ചുവപ്പ് തന്നെയാണ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ നീല ലിറ്റ്മസ് എന്ത് തന്നെയായിരിക്കും? നീല തന്നെയായിരിക്കും. ഇനി ചുവപ്പ് ലിറ്റ്മസ് എന്തായിട്ട് മാറും? ചുവപ്പ് ലിറ്റ്മസ് നീലയായിട്ട് മാറും തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ. അതുപോലെ പുളിവെള്ളമാണെങ്കിൽ എങ്ങനെയായിരിക്കും? പുളിവെള്ളത്തിൽ നീല ലിറ്റ്മസ് ചുവപ്പായിട്ട് മാറും. അതുപോലെ ചുവപ്പ് ലിറ്റ്മസ് എന്തായിരിക്കും? ചുവപ്പ് തന്നെയായിരിക്കും. ഇനി നമുക്ക് സോഡാ വെള്ളം, അതുപോലെ സോപ്പ് വെള്ളം, ഇവയിലൊക്കെ നീല ലിറ്റ്മസ് നീലയും ചുവപ്പ് ലിറ്റ്മസ് നീലയും ആയിരിക്കും. അപ്പോൾ ആസിഡുകളിൽ പൊതുവെ നമ്മൾ പറഞ്ഞാൽ ആസിഡുകൾ അല്ലെങ്കിൽ പുളി രുചിയുള്ളവയിൽ എങ്ങനെയാണ്? നീല ലിറ്റ്മസിന് ചുവപ്പ് നിറവും
ചുവപ്പ് ലിറ്റ്മസ് ചുവപ്പ് നിറത്തിൽ തന്നെയും കാണപ്പെടുന്നു. നേരെ മറിച്ച് ഏതാണ് ആൽക്കലികളിൽ അല്ലെങ്കിൽ ബേസുകളിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ബേസുകളിൽ നീല ലിറ്റ്മസ് നീലയായിട്ടും ചുവന്ന ലിറ്റ്മസ് നീലയായും കാണപ്പെടുന്നു. ഏതെല്ലാം ദ്രാവകങ്ങളിലാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കിയത്? അപ്പം നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? നാരങ്ങ നീര്, അതുപോലെ വിനാഗിരി, പിന്നെ നമ്മൾ പറഞ്ഞു പുളിവെള്ളം, ഇവയൊക്കെ മോരുവെള്ളം, ഇതൊക്കെ എന്ത് ചെയ്തു? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി. ഏതെല്ലാം ദ്രാവകങ്ങളാണ് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കിയത്? ചുണ്ണാമ്പ് വെള്ളം, അപ്പക്കാര ലായനി, അതുപോലെ എന്താണ് സോപ്പ് ലായനി, അപ്പക്കാര ലായനി, പിന്നെ സോപ്പ് ലായനി, ഇവയൊക്കെ എന്ത് ചെയ്തു? ഇവയൊക്കെയാണ് നമ്മുടെ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കിയത്. ഇനി നോക്കിയേ, ആസിഡുകളും ബേസുകളും. അപ്പോൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. അപ്പോൾ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളാണ്. ഇനി ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസുകൾ എന്ന് പറയുന്നത്. ലിറ്റ്മസിന് ഒരു പകരക്കാരൻ. അപ്പം നോക്കാം, ലിറ്റ്മസിന് ഒരു പകരക്കാരൻ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു വെള്ളക്കടലാസിൻ്റെ ഇരുവശത്തും ചുവന്ന ചെമ്പരത്തിപ്പൂവ് നന്നായി ഉരച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഒരു വെള്ള കടലാസ് എടുക്കുക, ആ വെള്ളക്കടലാസിൻ്റെ രണ്ട് വശത്തും നല്ല ചുവന്ന ചെമ്പരത്തിപ്പൂവ് എന്ത് ചെയ്യുക? ഉരച്ച് നിറം പിടിപ്പിക്കുക. അതിൻ്റെ പേപ്പറിൽ ആ നിറം കൊടുക്കുക. പേപ്പറിൻ്റെ നിറം ഇപ്പോൾ എന്താണ്? ഈ പേപ്പർ ഉണക്കിയെടുത്ത് മുറിച്ച് നീല ലിറ്റ്മസ് പേപ്പറിന് പകരം ഉപയോഗിക്കാം. അപ്പോൾ ഇത് എന്ത് ചെയ്യാം? നമുക്ക് ഈ പേപ്പർ നമുക്ക് നീല ലിറ്റ്മസ് പേപ്പറിന് പകരം എന്തുപയോഗിക്കാം? ഈ ചെമ്പരത്തിപ്പൂവ് ഉപയോഗിക്കാം. നീല ലിറ്റ്മസ് പേപ്പറിന് പകരം ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ചെമ്പരത്തിപ്പൂവെന്ന് പറയുന്നത്. ഇനി ഇത് ആസിഡ് സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ മുക്കി നോക്കൂ. അപ്പോൾ ഈ നീല ചെമ്പരത്തിപ്പൂവ് അത് നീല ലിറ്റ്മസിന് പകരം ചെമ്പരത്തിപ്പൂവ് നമ്മളെടുത്തു. അതെന്ത് ചെയ്യുന്നു? അത് പിന്നെ രണ്ട് വശത്തൊരു വെള്ള പേപ്പറിൽ രണ്ട് ഭാഗങ്ങളിലും തേച്ച് പിടിപ്പിച്ചു. അതിനുശേഷം അത് ഉണക്കി അത് നീല ലിറ്റ്മസ് പേപ്പറിന് പകരം നമുക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്നു. ഇത് ആസിഡ് സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ മുക്കി നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നീല ലിറ്റ്മസ് എന്തായിട്ട് മാറും? നീല ലിറ്റ്മസ് ചുവപ്പ് നിറമായിട്ട് മാറും. ആസിഡ് സ്വഭാവമുള്ളതാണെങ്കിൽ ചുവപ്പ് നിറമായിട്ട് മാറും. പേപ്പറിൻ്റെ നിറം മാറിയില്ലേ? ഇങ്ങനെ ചുവപ്പായി മാറിയ പേപ്പർ ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിന് പകരമായും ഉപയോഗിക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ചുവന്ന പേപ്പർ നീല ലിറ്റ്മസ് പേപ്പർ ചുവപ്പായി മാറി. അതിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിന് പകരമായിട്ടും ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് സൂചകങ്ങൾ എന്താണെന്നാണ് നോക്കുന്നത്. എന്താണ് സൂചകങ്ങൾ? നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. അപ്പോൾ സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൂചകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സൂചകങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ നമുക്ക് പറയാം ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ്. അപ്പോൾ ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ്. ഇനി ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സൂചകങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പരിചയപ്പെട്ട നീല ചുവപ്പ് ലിറ്റ്മസ് പേപ്പറുകൾക്ക് പുറമേ. അപ്പോൾ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സൂചകങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ കണ്ട നീല ലിറ്റ്മസ് പേപ്പറുകൾ, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറുകൾക്ക് പുറമേ ലബോറട്ടറിയിൽ സാധാരണ ഉപയോഗിക്കുന്ന രണ്ട് സൂചകങ്ങളാണ് ഏതൊക്കെയാ? ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും. അപ്പോൾ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സൂചകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് ഏതൊക്കെ പറയാം? ലിറ്റ്മസുകൾ, നീല ലിറ്റ്മസ്, അതുപോലെ ചുവപ്പ് ലിറ്റ്മസ്, പിന്നെ ഏതാണ്? ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച്, ഇവയൊക്കെ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സൂചകങ്ങളാണ്. ഫിനോഫ്തലിൻ 2-3 തുള്ളികൾ നാം പരിചയപ്പെട്ട ആസിഡ് ബേസ് സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ ചേർത്ത് നിറം മാറ്റം നിരീക്ഷിക്കൂ. ഇതുപോലെ മീഥൈൽ ഓറഞ്ചിൻ്റെ 2-3 തുള്ളികളും ഈ ദ്രാവകങ്ങളിൽ ചേർത്ത് നോക്കൂ. നിറം മാറ്റം പട്ടികപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരീക്ഷിച്ച ദ്രാവകം ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച്. അപ്പോൾ ഫിനോഫ്തലിൻ വിനാഗിരിയിലാണ് നമ്മൾ പരീക്ഷിച്ചത്. അപ്പോൾ വിനാഗിരിയിൽ ഫിനോഫ്തലിന് എന്തില്ല? നിറമില്ല.
അതിന് വെള്ള നിറം തന്നെയാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു നിറവുമില്ല. ഇനി തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളമാണെങ്കിൽ ഫിനോഫ്തലിൻ്റെ നിറം എന്ത് നിറമായിരിക്കും? തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ ഫിനോഫ്തലിൻ പിങ്ക് നിറത്തിലാണ് കാണപ്പെടുന്നത്. നാരങ്ങാ നീരിലും ഫിനോഫ്തലിൻ എന്തില്ല? നിറമില്ല. ഇനി നിറമില്ല. അതുപോലെ സോപ്പ് വെള്ളത്തിലാണെങ്കിൽ പിങ്ക് നിറമാണ്. തെളിഞ്ഞ അപ്പക്കാര ലായനിയിലും ഫിനോഫ്തലിൻ എന്ത് നിറം തന്നെയാണ്? പിങ്ക് നിറമാണ്. ഇനി നമ്മൾ അടുത്ത് എങ്ങോട്ട് വരുന്നു? മീഥൈൽ ഓറഞ്ച് വെച്ചിട്ട് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ മീഥൈൽ ഓറഞ്ചിൽ എങ്ങനെയാണ്? മീഥൈൽ ഓറഞ്ചിൽ വിനാഗിരി ആണെങ്കിൽ അതിനെന്ത് നിറം കിട്ടും? അതിന് ഓറഞ്ച് നിറമാണ്. മീഥൈൽ ഓറഞ്ച് നമ്മൾ വിനാഗിരിയിൽ മുക്കുകയാണെങ്കിൽ അതിനെന്ത് നിറമാണ്? ഓറഞ്ച് നിറമാണ്. ഓറഞ്ച് നിറം ലഭിക്കും. അടുത്ത് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ നമ്മൾ മീഥൈൽ ഓറഞ്ച് മുക്കിയാൽ അതിന് ലഭിക്കുന്ന നിറം എന്തായിരിക്കും? മഞ്ഞ നിറമായിരിക്കും. അതുപോലെ നാരങ്ങാ നീര് ആണെങ്കിൽ നാരങ്ങാ നീരിൽ നമ്മൾ മീഥൈൽ ഓറഞ്ച് മുക്കുമ്പോൾ അത് പച്ച കലർന്ന ഓറഞ്ച് നിറമായിരിക്കും. ഓറഞ്ച് നിറം. പിന്നെ അതുപോലെ തന്നെ സോപ്പ് വെള്ളത്തിൽ നമ്മൾ മീഥൈൽ ഓറഞ്ച് മുക്കിയാൽ അതിന് എന്ത് നിറമായിരിക്കും? അതിന് മഞ്ഞ നിറമായിരിക്കും സോപ്പ് വെള്ളത്തിൽ. അതുപോലെ തെളിഞ്ഞ അപ്പക്കാര ലായനിയിലും എന്ത് നിറമായിരിക്കും? മഞ്ഞ നിറമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മീഥൈൽ ഓറഞ്ച് ഇവയിൽ കൊടുക്കുമ്പോഴുള്ള നിറമെന്ന് പറയുന്നത്. ഏതൊക്കെ വസ്തുക്കളാണ് ആസിഡിൻ്റെ സൂചകങ്ങളായി ഉപയോഗിക്കാവുന്നത്? അപ്പോൾ നമുക്ക് ആസിഡിൻ്റെ സൂചകങ്ങളായിട്ട് ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിക്കാം? ആസിഡിൻ്റെ സൂചകങ്ങളായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ബേസിൻ്റെ സൂചകങ്ങളായി ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിക്കാമെന്നും ചോദിച്ചിട്ടുണ്ട്. ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുമെന്നും ബേസുകൾ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുമെന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞുവല്ലോ. അവയ്ക്ക് മറ്റെന്തെങ്കിലും പൊതു സ്വഭാവമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആസിഡിൻ്റെ സൂചകങ്ങളായി ഉപയോഗിക്കാവുന്നത് ഏതൊക്കെയാണ്? ആസിഡിൻ്റെ സൂചകങ്ങളായി ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കാം. അതുപോലെ ഫിനോഫ്തലിൻ ഉപയോഗിക്കാം. മീഥൈൽ ഓറഞ്ച് ഉപയോഗിക്കാം. മീഥൈൽ ഓറഞ്ചിന് ആസിഡുകളിൽ ചുവപ്പ് നിറമാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഓറഞ്ചാണ് പറഞ്ഞത്. അപ്പോൾ മീഥൈൽ ഓറഞ്ചിന് അതിന് ആസിഡിൽ ഉള്ള നിറം എന്ന് പറയുന്നത് ഏത് നിറമാണ്? ചുവപ്പ് നിറം. അതുപോലെ അത് ബേസിലാണെങ്കിൽ എന്ത് നിറമായിരിക്കും? മഞ്ഞ നിറമായിരിക്കും. ഇനി ബേസിൻ്റെ സൂചകങ്ങളായി ഉപയോഗിക്കുന്നവ ഏതൊക്കെയാണ്? അതും ഇതുപോലെ തന്നെ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കാം. അതുപോലെ മീഥൈൽ ഓറഞ്ച് ഉപയോഗിക്കാം. പിന്നെന്താണ്? ഫിനോഫ്തലിനും ഉപയോഗിക്കാം. ഏതിലാണ്? ബേസിൽ സൂചകങ്ങളായി ഉപയോഗിക്കുന്നു. ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുമെന്നും ബേസുകൾ ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുമെന്നും തിരിച്ചറിഞ്ഞല്ലോ. അവയ്ക്ക് മറ്റെന്തെങ്കിലും പൊതു സ്വഭാവം ഉണ്ടോ? വിനാഗിരി, നാരങ്ങാനീര്, മോര്, പുളി എന്നിവയുടെ രുചി എന്താണ്? അപ്പം നമുക്കറിയാം ഇവയുടെ രുചി എന്താണ്? പുളിരുചിയാണ് അല്ലേ? പുളിരുചിയാണ് ഈ പറഞ്ഞ വസ്തുക്കൾക്ക് ഉള്ളത്. കുളിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ വായിൽ സോപ്പിൻ്റെ അംശം കലർന്നു കാണുമല്ലോ. സോപ്പിൻ്റെ രുചി എന്താണ്? സോപ്പ്, അപ്പക്കാരം എന്നിവയുടെ രുചി ഒരേപോലെയാണ്. ഇവയ്ക്ക് കാരരുചിയാണ്. ബേസ് സ്വഭാവമുള്ള ഒരു പദാർത്ഥമാണ് സോപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ബേസ് സ്വഭാവമുള്ള ഒരു പദാർത്ഥമാണ് സോപ്പ്. അപ്പോൾ ഇത് ഒരു ബേസാണ്. ബേസ് സ്വഭാവമുണ്ട്. അപ്പോൾ സോപ്പ് അതുപോലെ അപ്പക്കാരം ഇവയൊക്കെ ഒരേ രുചിയാണ് ഉള്ളത്. അതായത് ഇവയ്ക്ക് എന്ത് രുചിയാണ്? കാരരുചിയാണ്. അപ്പോൾ കാരരുചിയാണ്. അതുപോലെ ഇവയ്ക്ക് ബേസ് സ്വഭാവവുമുള്ള പദാർത്ഥമാണ് നമ്മുടെ സോപ്പ് എന്ന് പറയുന്നത്. എല്ലാ ആസിഡുകൾക്കും പുളിരുചിയാണുള്ളത്. അപ്പോൾ എല്ലാ ആസിഡുകൾക്കും എന്ത് രുചിയുണ്ട്? പുളിരുചിയുണ്ട്. എല്ലാ ബേസുകൾക്കും കാരരുചിയും ഉണ്ട്. ഇനി സാർവസൂചികം ഇവിടെ തന്നിട്ടുണ്ട്. സാർവസൂചികം ഒരേ സമയം ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് സാർവസൂചകം എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ സമയം ആസിഡിനെയും ബേസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സാർവസൂചകം ഉപയോഗിച്ചാൽ തിരിച്ചറിയാൻ പറ്റും. പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണ് സാർവസൂചകം എന്ന് പറയുന്നത്.
ഇതിൻ്റെ ഏതാനും തുള്ളി ആസിഡുകളിലോ ബേസുകളിലോ ചേർക്കുമ്പോൾ അവയുടെ സ്വഭാവവും തീവ്രതയും അനുസരിച്ച് പല നിറങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു തുള്ളി ഒരു ആസിഡിലോ അല്ലെങ്കിൽ ബേസിലോ ഉപയോഗിക്കുമ്പോൾ അവയുടെ തീവ്രതയ്ക്കനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൻ്റെ നിറം മാറുന്നു. കുപ്പിക്ക് പുറത്തുള്ള കളർ ചാർട്ടുമായി താരതമ്യം ചെയ്ത് ദ്രാവകത്തിൻ്റെ സ്വഭാവവും തീവ്രതയും കണ്ടെത്താം. അടുത്തത് ബേസുകളുടെ ശാസ്ത്ര കിറ്റിലെ ഓരോ ദ്രാവകങ്ങളിലും ചിത്രത്തിൽ കാണുന്നത് പോലെ കൈവിരലുകൾ മുക്കി കൂട്ടി ഉരച്ചു നോക്കൂ. അപ്പോൾ ഇവിടെ ഓരോ പരീക്ഷണത്തിൽ നമ്മൾ ഉപയോഗിച്ച ദ്രാവകങ്ങളിൽ എന്താണ്, ഓരോ ദ്രാവകങ്ങളിലും ചിത്രത്തിൽ കാണുന്നത് പോലെ കൈവിരലുകൾ മുക്കി കൂട്ടി ഉരച്ചു നോക്കൂ. ഏതെല്ലാം ദ്രാവകങ്ങൾക്കാണ് വഴുവഴുപ്പ് അനുഭവപ്പെടുന്നതെന്ന് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശാസ്ത്ര കിറ്റിലെ ഒരുപാട് ദ്രാവകങ്ങൾ നമ്മൾ പറഞ്ഞു. വിനാഗിരിയുണ്ട്, പുളിവെള്ളമുണ്ട്, സോപ്പ് ലായനിയുണ്ട്, അതുപോലെ അപ്പക്കാരം. അങ്ങനെ ഇവയിൽ കൈകൊണ്ട് കൂട്ടിമുട്ടിച്ചിട്ട് ഇതിലേതാണ് വഴുവഴുപ്പുണ്ടോ എന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് വഴുവഴുപ്പ് അനുഭവപ്പെടുന്നത്? സോപ്പ് വെള്ളത്തിന്, അതുപോലെ അപ്പക്കാര ലായനി, ചുണ്ണാമ്പ് കലക്കിയ വെള്ളം, അതുപോലെ ചാരം കലക്കിയ വെള്ളം, ഇതിനൊക്കെ എന്ത് രുചിയാണ്? വഴുവഴുപ്പ് അനുഭവപ്പെടുന്നു. അതുപോലെ കാരരുചിയും ഉണ്ട്. ബേസുകളുടെ ഏത് പൊതു സ്വഭാവമാണ് ഇവിടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ, ബേസുകൾക്ക് എന്ത് സ്വഭാവമാണുള്ളത്? ബേസുകൾക്ക് വഴുവഴുപ്പുണ്ട്, അതുപോലെ കാരരുചിയുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആസിഡുകളുടെയും ബേസുകളുടെയും പൊതു സവിശേഷതകൾ നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. അവ പട്ടികപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആസിഡുകളും ബേസുകളും ഇവയുടെ പൊതു സ്വഭാവം എന്തൊക്കെയാണ്? അപ്പോൾ ആസിഡുകളുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ആസിഡുകൾ എന്താണ്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലിറ്റ്മസ് പേപ്പർ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ആസിഡുകൾക്ക് പൊതുവായുള്ള രുചി എന്താണ്? പുളി രുചിയാണ്. ആസിഡുകൾക്ക് പൊതുവായുള്ള രുചി പുളി രുചിയാണ്. അതുപോലെ തന്നെ എല്ലാ ആസിഡുകൾക്കും എന്ത് രുചിയാണെന്ന് നമ്മൾ പഠിച്ചു? പുളി രുചിയാണെന്നും പറഞ്ഞു. ഇനി ബേസുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ബേസുകൾ എന്ത് ചെയ്യുന്നു? ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു. അപ്പം അത് ഒരു പ്രധാന സവിശേഷതയാണ്. അതുപോലെ തന്നെ കാരരുചിയുണ്ട്, പിന്നെന്താണ്? വഴുവഴുപ്പുണ്ട്. ഇതിത്രയുമാണ് ഏതിൻ്റെ പ്രത്യേകത? ബേസുകളുടെ പ്രത്യേകത. ഇനി നമ്മൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നവ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന ചില പദാർത്ഥങ്ങൾ നിങ്ങൾ പരീക്ഷിച്ച് കണ്ടെത്തിയല്ലോ. താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കാൻ കഴിയുന്നവ ഏതെല്ലാമെന്ന് കണ്ടെത്തി എഴുതൂ. അപ്പം നമ്മൾ പഠിച്ചു എന്താണ്? ആസിഡ് അല്ലാത്തവയെല്ലാം, അതായത് ബേസുകൾക്കെല്ലാം എന്തിന് കഴിവുണ്ട്? ആസിഡുകൾക്ക് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നവ ഏതാണ്? ആസിഡുകളാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓറഞ്ച് നീര് ഒരു ആസിഡാണ്. അപ്പോൾ അതിനെന്തിനു കഴിവുണ്ട്? പുളി രുചിയുമുണ്ട്. അപ്പോൾ അതിനെന്ത് കഴിവുണ്ട്? നമ്മുടെ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കാൻ കഴിവുണ്ട്. അതുപോലെ കഞ്ഞിവെള്ളമില്ല, കട്ടൻ ചായ ഇല്ല. അതുപോലെ എന്താണ്? ഇരുമ്പൻ പുളിനീരിന് എന്തിന് കഴിവുണ്ട്? ആസിഡാണ്. അതിന് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കാനുള്ള കഴിവ് ഉണ്ട്. മുന്തിരിനീര്, അതുപോലെ തക്കാളി നീര്. ഇനി തേങ്ങാ വെള്ളം ഇല്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെ പറയാം? ഓറഞ്ച് നീര്, അതുപോലെ ഇരുമ്പൻ പുളിനീര്, മുന്തിരി നീര്, തക്കാളി നീര് എന്നിവയ്ക്കൊക്കെ എന്താണ്? പുളി രുചിയുള്ളത് കൊണ്ട് തന്നെ ഇവയ്ക്ക് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ എന്താണ്? പേരിനു പിന്നിൽ എന്താണ് തന്നിരിക്കുന്നത്? പുളിരുചി എന്നതിന് ലാറ്റിൻ ഭാഷയിൽ അസിഡസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലാറ്റിൻ ഭാഷയിൽ പുളിരുചി എന്നതിൻ്റെ അർത്ഥം എന്താണ്? അസിഡസ്. അപ്പോൾ അസിഡസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് പറയുന്ന പുളിരുചി എന്നൊരു പദമുണ്ടായത്. അസിഡസ്. ഇതിൽ നിന്നാണ് ആസിഡ് എന്ന പദം ഉണ്ടായത്. അപ്പോൾ ആസിഡ് എന്ന പദം ഉണ്ടായത് ഏതിലാണ്? അസിഡസ് എന്നതിൽ നിന്നാണ്. അപ്പോൾ ലാറ്റിൻ ഭാഷയിൽ പുളിരുചി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആസിഡസ് എന്നാണ്. ഇതിൽ നിന്നാണ് എന്ത് പദമുണ്ടായത്? ആസിഡ് എന്ന പദമുണ്ടായത്. ഇനി നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്ന ദ്രാവകങ്ങൾ, അതിൻ്റെ കാരണം ഒക്കെ അത് കുട്ടികൾക്കുള്ള പരീക്ഷണങ്ങളാണ്.
ഇനി ഭക്ഷ്യവസ്തുക്കളിലെ ആസിഡുകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പുളിരുചിയുള്ള ഭക്ഷ്യവസ്തുക്കളിലെല്ലാം ചില ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. മിക്ക പഴങ്ങളിലും ഒന്നിലധികം ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കളിൽ പ്രധാനമായി അടങ്ങിയിട്ടുള്ള ചില ആസിഡുകളാണ് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഭക്ഷ്യവസ്തുക്കളും അതിലടങ്ങിയിരിക്കുന്ന പ്രധാന ആസിഡുകളും. മോര്, തൈര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ്. നാരങ്ങയിൽ സിട്രിക് ആസിഡ്. വാളൻപുളി ടാർട്ടാറിക് ആസിഡ്. ആപ്പിൾ മാലിക് ആസിഡ്. നെല്ലിക്ക അസ്കോർബിക് ആസിഡ്. തക്കാളി ഓക്സാലിക് ആസിഡ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഭക്ഷ്യവസ്തുക്കളും അവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളുമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഏതൊക്കെയാണ്? മോരിലും തൈരിലും ലാക്റ്റിക് ആസിഡ്, പാൽ ഉൾപ്പെടുന്നത് കൊണ്ട് അത് ലാക്റ്റിക് ആസിഡാണ്. വിനാഗിരി അസറ്റിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത്. നാരങ്ങ സിട്രിക് നാരങ്ങയിൽ അടങ്ങിയ ആസിഡാണ് സിട്രിക് ആസിഡ്. ഇനി വാളൻപുളിയിലാണെങ്കിൽ അതാണ് ടാർട്ടാറിക് ആസിഡ്. ആപ്പിളിലാണെങ്കിൽ മാലിക് ആസിഡ്. അതുപോലെ നെല്ലിക്കയിൽ അസ്കോർബിക് ആസിഡ്. തക്കാളിയിൽ ഓക്സാലിക് ആസിഡ് എന്നിവയാണ് അടങ്ങിയിരിക്കുന്നത്. ഇനി നെല്ലിക്കയിലും ആസിഡ് ഉണ്ട്. നെല്ലിക്കയിൽ എന്താണ്? നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ വിറ്റാമിൻ സി എന്നത് അസ്കോർബിക് ആസിഡാണ്. അപ്പോൾ വിറ്റാമിൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്കോർബിക് ആസിഡാണ് വിറ്റാമിൻ സി. അപ്പോൾ നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അസ്കോർബിക് ആസിഡാണ്. ഇതിൻ്റെ സാന്നിധ്യമാണ് നെല്ലിക്കയ്ക്ക് പുളിരുചി നൽകുന്നത്. അപ്പം നമ്മുടെ നെല്ലിക്കയ്ക്ക് പുളിരുചി നൽകുന്നത് അസ്കോർബിക് ആസിഡിൻ്റെ സാന്നിധ്യമാണ്. പാല് തൈരാകുമ്പോൾ പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഭക്ഷ്യോൽപ്പന്നമാണ് തൈര്. തൈരിന് പുളിരുചി ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? അപ്പോൾ നമ്മുടെ പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈരിന് എന്തുകൊണ്ടാണ് പുളിരുചി ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പുളിരുചി ആസിഡിൻ്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പുളിരുചി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആസിഡിൻ്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പാല് തൈരാകുമ്പോൾ എങ്ങനെയാണ് അതിന് ആസിഡ് സ്വഭാവം വരുന്നത്? അപ്പോൾ പാല് തൈരാകുമ്പോൾ എങ്ങനെയാണ് ആസിഡ് സ്വഭാവം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? പാലിനെ തൈരാക്കി മാറ്റാൻ തിളപ്പിച്ചാറിയ പാലിൽ അല്പം തൈര് അല്ലെങ്കിൽ നമ്മൾ ഉറ എന്ന് പറയും അത് ഒഴിക്കാറില്ലേ? തൈരിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ തൈരിൽ അടങ്ങിയിട്ടുള്ള ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ. ഇവ പാലിൽ നിന്ന് പോഷണം നടത്തുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡാണ് തൈരിന് പുളിരുചി നൽകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ പാലിൽ നിന്ന് പോഷണം നടത്തുന്നു. അങ്ങനെ പോഷണം നടത്തുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ആസിഡാണ് ഏത്? ലാക്റ്റിക് ആസിഡ്. ഈ ലാക്റ്റിക് ആസിഡാണ് നമ്മുടെ തൈരിനും മോരിനും എന്ത് രുചി നൽകുന്നത്? അതെ, പുളിരുചി നൽകുന്നത്. ഇനി അടുത്ത് നമ്മൾ ലബോറട്ടറികളിലെ ആസിഡുകളും ബേസുകളുമാണ് പറയുന്നത്. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയ ആസിഡുകൾ വീര്യം കുറഞ്ഞവയാണ്. എന്നാൽ ലബോറട്ടറികളിൽ സാധാരണ ഉപയോഗിക്കുന്ന പല ആസിഡുകളും ബേസുകളും വീര്യം കൂടിയവയാണ് എന്ന് നമുക്കറിയാം. ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ചില ആസിഡുകളും ബേസുകളും പരിചയപ്പെടാൻ പോവുകയാണ്. ആസിഡുകൾ അതുപോലെ ബേസുകൾ. അപ്പോൾ എന്തൊക്കെയാണ് ആസിഡുകളും ബേസുകളും ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്. അപ്പോൾ നമ്മുടെ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതുപോലെ നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ഇവയൊക്കെ എവിടെ ഉപയോഗിക്കുന്നുണ്ട്? ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ബേസുകളാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ചുണ്ണാമ്പ്, സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ കാസ്റ്റിക് സോഡ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാസ്റ്റിക് പൊട്ടാഷ്യം. ഇവ എന്താണ്? ബേസുകളാണ്. ഇവ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ബേസുകളാണ്. അപ്പോൾ ഏതൊക്കെയാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുകൾ. ഇനി കാൽസ്യം ഹൈഡ്രോക്സൈഡിന് നമ്മൾ എന്ത് പറയും? ചുണ്ണാമ്പെന്ന് പറയും. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ കാസ്റ്റിക് സോഡ എന്ന് പറയും. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന് പറയുന്നതാണ് കാസ്റ്റിക് പൊട്ടാഷ്. ഇനി നമ്മൾ പറയുന്നത് ആസിഡ് വീണ് കണ്ണിന് പരിക്കേറ്റു. നോക്കാം. ആനക്കയം ആസിഡ് തെറിച്ച് വീണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിക്ക് കണ്ണിന് പൊള്ളലേറ്റു. റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ഫോമിക് ആസിഡിൻ്റെ ടിന്ന് തുറന്നപ്പോഴാണ് അപകടം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ
എന്താണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിക്ക് കണ്ണിൽ പൊള്ളലേറ്റു എന്ന് പറഞ്ഞപ്പോൾ റബ്ബർ പാൽ കട്ടിയാകാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. അപ്പോൾ ഇതിൻ്റെ തിന്ന് തുറന്നപ്പോഴാണ് എന്ത് ചെയ്തത്, ആസിഡ് തെറിച്ച് വീണ് കണ്ണിന് പരിക്കേറ്റത്. അപ്പോൾ വാർത്ത ശ്രദ്ധിച്ചല്ലോ, രാസവസ്തുക്കൾ പലതും അപകടകാരികളാണ്, എങ്കിലും വിവിധ വ്യാവസായിക ആവശ്യങ്ങൾക്കും പരീക്ഷണ ആവശ്യങ്ങൾക്കും അവ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാൻ നാം എന്തെല്ലാം ശ്രദ്ധിക്കണം? ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം. കൈകൊണ്ട് തൊടരുത്, മണത്ത് നോക്കാൻ പാടില്ല, രുചിച്ച് നോക്കരുത്, കുപ്പിയിൽ നിന്ന് എടുക്കാൻ ഡ്രോപ്പർ ഉപയോഗിക്കണം, ടെസ്റ്റ് ട്യൂബ് പിടിക്കാൻ ഹോൾഡർ ഉപയോഗിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ എന്താണ് ആസിഡുകൾ, അതായത് നമ്മളെ അപകടകരമായ ആസിഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ആസിഡ് വീണാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അപ്പോൾ ആസിഡ് വീണാൽ എന്താ ചെയ്യേണ്ടത്? വീര്യം കൂടിയ ആസിഡുകൾക്ക് ജലാംശം വലിച്ചെടുക്കാനും താപം പുറത്തുവിടാനും കഴിവുണ്ട്. അപ്പോൾ വീര്യം കൂടിയ ആസിഡാണെങ്കിൽ അതെന്ത് ചെയ്യും? ജലാംശം വലിച്ചെടുക്കും, എന്നിട്ട് താപം പുറത്തുവിടാൻ കഴിവുണ്ട്. അവ ശരീരത്തിൽ വീണാൽ പൊള്ളലുണ്ടാക്കുന്നു. അതുകൊണ്ടാണ് അവ നമ്മുടെ ശരീരത്തിൽ വീണ് പൊള്ളലുണ്ടാകുന്നത്. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കുറേ സമയം ഒഴിക്കുകയാണ് ഇതിനുള്ള പ്രഥമ ശുശ്രൂഷ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം ഒരുപാട് തവണ വീഴ്ത്തുക. അതാണ് ഇതിനുള്ള പൊള്ളലുണ്ടായാലുള്ള പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. പൊള്ളൽ ഗുരുതരമാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഉറുമ്പ് കടിക്കുമ്പോൾ, ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഫോമിക് ആസിഡ് ഉണ്ട്. ഉറുമ്പ് കടിക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇത് ശരീരകോശങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ് ഉറുമ്പ് കടിക്കുമ്പോഴുള്ള വേദനയ്ക്ക് കാരണം. അപ്പോൾ ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏത് പറയാം? ഫോമിക് ആസിഡാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു റബ്ബർ പാൽ കട്ടിയാകാൻ സഹായിക്കുന്ന ആസിഡും ഏത് തന്നെയാണ്? ഈ ഫോമിക് ആസിഡ് തന്നെയാണ്. വീട്ടിൽ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകളും ബേസുകളും ഉപയോഗിച്ചാണല്ലോ നിങ്ങൾ ഇതുവരെ പരീക്ഷണങ്ങൾ ചെയ്തത്. ഇനി ലബോറട്ടറിയിലുള്ള ചില ആസിഡുകളും ബേസുകളും നേർപ്പിച്ച് പരീക്ഷണങ്ങൾ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതെല്ലാം ആസിഡുകളും ബേസുകളും എടുക്കാം, ഏതൊക്കെ സൂചകങ്ങൾ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആസിഡുകളും ബേസുകളും വെവ്വേറെ ടെസ്റ്റുകൾ എടുത്ത് ഒരു പരീക്ഷണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്താണ്? സൂചകങ്ങൾ ചേർത്തപ്പോഴുണ്ടായ നിറം മാറ്റമൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ മീഥൈൽ ഓറഞ്ച് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ എന്ത് നിറമാണ്? ഓറഞ്ച് നിറമാണ്. ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറമാണ്. അതുപോലെ സൾഫ്യൂരിക് ആസിഡിലും ചുവപ്പ് നിറമാണ്. ഏതിന്? മീഥൈൽ ഓറഞ്ചിന്. ഇനി സോഡിയം ഹൈഡ്രോക്സൈഡിൽ എന്ത് നിറമാണ്? മഞ്ഞ നിറമാണ്. അതുപോലെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും മഞ്ഞ നിറമാണ്. അപ്പോൾ ഇവയിൽ രണ്ടിലും എന്താണ്? മഞ്ഞ നിറം. ഇവയിൽ രണ്ടിലും എന്താണ്? ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറമാണ്. മീഥൈൽ ഓറഞ്ച് ഹൈഡ്രോക്ലോറിക് ആസിഡിലും സൾഫ്യൂരിക് ആസിഡിലും ചുവപ്പ് നിറമാണ്. ഇനി നീല ലിറ്റ്മസ് പേപ്പറിന് ഹൈഡ്രോക്ലോറിക് ആസിഡിലും സൾഫ്യൂരിക് ആസിഡിലും എന്ത് നിറമാണ്? ചുവപ്പ് നിറമാണ്. ഇനി ഈ സോഡിയം ഹൈഡ്രോക്സൈഡിലും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും നീല ലിറ്റ്മസ് പേപ്പർ നീല നിറത്തിൽ തന്നെ കാണുന്നു, നീല നിറത്തിൽ. ഇനി ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ഹൈഡ്രോക്ലോറിക് ആസിഡിലും സൾഫ്യൂരിക് ആസിഡിലും എന്ത് നിറം തന്നെയാണ്? ചുവപ്പ് നിറം തന്നെയാണ്. അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡിലും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും എന്ത് നിറമാണ്? നീല നിറമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പരീക്ഷിച്ചറിഞ്ഞ വസ്തുതകൾ. ഇനി ശരീരത്തിനുള്ളിലും ആസിഡോ? നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനത്തെ സഹായിക്കാനായി ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ചിലരിൽ അതിൻ്റെ ഉൽപ്പാദനം കൂടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ആസിഡിറ്റി. അപ്പോൾ നമ്മുടെ ആമാശയത്തിൽ എന്ത് കൂടുന്നതിൻ്റെ ഫലമായിട്ട്? ആസിഡ് ഉൽപ്പാദനം കൂടുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന രോഗാവസ്ഥയ്ക്കാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. ആമാശയത്തിനുള്ളിലെ നീറ്റൽ, നെഞ്ചരിച്ചൽ, പുളിച്ചു തികട്ടൽ, മലബന്ധം ഇവയൊക്കെ എന്തിൻ്റെ ലക്ഷണങ്ങളാണ്? ആസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണ്. ആസിഡിനെ നിർവീര്യമാക്കാൻ ആൻറ്റാസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് ഡോക്ടർമാർ ഇതിന് പരിഹാരമായി നിർദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. മനുഷ്യ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അപ്പോൾ ഇത്
ചില സമയത്ത് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഉൽപ്പാദനം കൂടും, അപ്പോഴുണ്ടാകുന്ന രോഗാവസ്ഥയാണ് അസിഡിറ്റി എന്ന് പറഞ്ഞു. ആസിഡുകളാണ് നമ്മൾ എന്തിന് കൊടുക്കുന്നത്? അസിഡിറ്റിക്ക് കൊടുക്കുന്ന മരുന്നുകൾ. ഇനി ആസിഡുകളും ലോഹങ്ങളും ആണ് പറയുന്നത്. ആസിഡുകളുടെ 2 സവിശേഷതകളാണ് നമ്മൾ ഇതുവരെ തിരിച്ചറിഞ്ഞത്. ഇനി മറ്റൊരു സവിശേഷത കൂടി പരീക്ഷണത്തിലൂടെ കണ്ടെത്താൻ പോവുകയാണ്. എന്താണ്? മഗ്നീഷ്യം റിബൺ വായുവിൽ കത്തിക്കുന്ന പരീക്ഷണം മുൻ ക്ലാസ്സിൽ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ഇരുമ്പ്, ചെമ്പ് എന്നിവ പോലെ മറ്റൊരു ലോഹമാണ് മഗ്നീഷ്യം. അപ്പോൾ നമ്മുടെ ഇരുമ്പ്, ചെമ്പ് എന്നിവയൊക്കെ പോലെ ഒരു ലോഹമാണ് ഏതെന്ന് പറയുന്നത്? മഗ്നീഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ടെസ്റ്റ് ട്യൂബിൽ 1/4 ഭാഗം വിനാഗിരി നേർപ്പിച്ച അസറ്റിക് ആസിഡ് എടുക്കുക. അതിലേക്ക് മഗ്നീഷ്യം റിബണിൻ്റെ 3-4 ചെറു കഷ്ണങ്ങൾ ഇട്ടു നോക്കൂ. നിങ്ങളുടെ നിരീക്ഷണം കുറിക്കൂ. ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗം പെരുവിരൽ കൊണ്ട് അല്പസമയം അടച്ചു പിടിച്ചു നോക്കൂ. എന്താണ് അനുഭവപ്പെടുന്നത്? കുമിളകളായി ഉയർന്നു വന്ന് നിങ്ങളുടെ പെരുവിരലിൽ തള്ളലുണ്ടാക്കുന്ന വാതകം ഏതാണ്? അപ്പോൾ ഇതറിയാൻ ഒരു പരീക്ഷണം കൂടി ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഒരു ടെസ്റ്റ് ട്യൂബിൽ 1/4 ഭാഗം വിനാഗിരി അല്ലെങ്കിൽ നമ്മൾ നേർപ്പിച്ച അസറ്റിക് ആസിഡ് എടുക്കണം. അതിലേക്ക് മഗ്നീഷ്യം റിബണിൻ്റെ 3-4 ചെറു കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗം പെരുവിരൽ കൊണ്ട് അല്പസമയം അടച്ചു പിടിക്കുമ്പോൾ നമ്മൾ കുമിളകളായി നമ്മുടെ പെരുവിരലിലേക്ക് ഒരു ഉണ്ടാകുന്നത് കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഏത് വാതകമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പറയാം. അതുപോലെ മറ്റൊരു പരീക്ഷണം കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ടെസ്റ്റ് ട്യൂബ് അല്പം ചരിച്ചു പിടിക്കുക. കത്തുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളയെ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കൊണ്ടുവന്ന ശേഷം വിരൽ മാറ്റൂ. എന്താണ് നിങ്ങളുടെ പരീക്ഷണം? ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ആസിഡ് ലോഹവുമായി പ്രവർത്തിച്ചപ്പോൾ ഒരു വാതകം ഉണ്ടായല്ലോ. ഉണ്ടായ വാതകം ഏതാണ്? അപ്പം നമുക്കറിയാം, ആസിഡുകൾ തീ കാണിച്ചപ്പോൾ ചെറു ശബ്ദത്തോടെ കത്തിയ വാതകം ഹൈഡ്രജനാണ്. അപ്പോൾ ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? തീ കാണിച്ചപ്പോൾ ചെറു ശബ്ദത്തോടെ കത്തിയ വാതകമാണ് ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ എന്ത് ചെയ്യും? കത്തും. ഹൈഡ്രജൻ വാതകം കത്തുമെന്ന് നമുക്കറിയാം. അപ്പോൾ മറ്റ് ലോഹങ്ങളും ആസിഡുകളും ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിച്ചാൽ ഇതേ ഫലം തന്നെ ലഭിക്കുമോ? കണ്ടെത്താം. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കൂ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് അതുപോലെ സിങ്കും ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കാൻ. അപ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? അപ്പോഴും നമുക്ക് ലഭിക്കുന്ന വാതകം എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. അപ്പോൾ ഹൈഡ്രജൻ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതായത് ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ആസിഡുകൾ നമ്മുടെ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ എന്താ കിട്ടുന്നത്? ഹൈഡ്രജൻ കിട്ടും. ഇനി നമ്മൾ പറയുന്നത് ഇവിടെ ഹൈഡ്രജനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രജൻ കണ്ടെത്തിയതിന് ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ നമ്മുടെ ഹൈഡ്രജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ബ്രിട്ടീഷുകാരനായ ഹെൻറി കാവൻഡിഷ്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ്. ഹൈഡ്രജൻ വാതകത്തിന് ഭാരമില്ല. അതിനാൽ ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ ഉയർന്നു പോകുന്നു. അതുകൊണ്ടാണ് ഹൈഡ്രജൻ നിറച്ച ബലൂൺ എന്ത് ചെയ്യുന്നത്? അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകുന്നത്. ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളും ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ഇന്ന് ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 2023 സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ പരീക്ഷണാർത്ഥം ഒരു ഹൈഡ്രജൻ ബസ് നിരത്തിലിറക്കി കഴിഞ്ഞു. അപ്പോൾ 2023 സെപ്റ്റംബർ മാസത്തിൽ എന്ത് ചെയ്തു? പരീക്ഷണാർത്ഥം ഒരു ഹൈഡ്രജൻ ബസ് നിരത്തിലിറക്കിയിട്ടുണ്ട്. അപ്പോൾ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന പദത്തിന് അർത്ഥം. അപ്പോൾ നമ്മുടെ ഹൈഡ്രജൻ എന്ന പദത്തിന് അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ ജലം ഉണ്ടാകും. അപ്പോൾ ഹൈഡ്രജൻ ആരുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ? ജലവുമായി പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? ഓക്സിജൻ ഉണ്ടാകുന്നു. അതുപോലെ നമ്മൾ പറഞ്ഞു ആസിഡും ലോഹങ്ങളുമായി പ്രവർത്തിച്ചാലാണ് എന്ത് നമുക്ക് കിട്ടുന്നത്? ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത്.
ഇനി ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനുമാക്കാം. അപ്പോൾ ഈ ജലം ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ നമുക്ക് ജലമുണ്ടാകും. ഈ ജലത്തെ നമ്മൾ വിഘടിപ്പിച്ച് നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രജനും ഓക്സിജനുമാക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രജനും ഓക്സിജനും കിട്ടും. ഭാവിയുടെ ഊർജ്ജ വാഗ്ദാനമാണ് ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഭാവിയുടെ ഊർജ്ജ വാഗ്ദാനമാണ്. ഭാവിയിലെ ഇന്ധനം അല്ലെങ്കിൽ ഭാവിയിലെ ഊർജം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? നമ്മുടെ ഹൈഡ്രജനാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഹെൻറി കാവൻഡിഷാണ് ഇത് കണ്ടെത്തിയതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഹൈഡ്രജൻ എന്തിൽ ഉപയോഗിക്കുന്നത്? അന്തരീക്ഷത്തിലോട്ട് ഉയർന്നു പൊങ്ങുന്ന ബലൂണുകളിലൊക്കെ ഹൈഡ്രജൻ വാതകമാണ് നിറയ്ക്കുന്നത്. അതുകൊണ്ടാണ് അത് അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങുന്നതെന്ന് പറഞ്ഞു. അതുപോലെ റോക്കറ്റുകളിൽ ഇന്ധനമായിട്ട് എന്ത് ഉപയോഗിക്കുന്നു? ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ മോട്ടോർ വാഹനങ്ങൾ ഹൈഡ്രജൻ ഇന്ധനം കൊണ്ട് പ്രവർത്തിക്കുന്ന മോട്ടോർ വാഹനങ്ങൾ നിലവിലുണ്ട്. അങ്ങനെ 2023 സെപ്റ്റംബറിൽ പരീക്ഷണാർത്ഥം നമ്മൾ ന്യൂഡൽഹിയിൽ എന്ത് ചെയ്തു? ഹൈഡ്രജൻ ഇന്ധനം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ബസ് ഇറക്കുകയുണ്ടായി പരീക്ഷണാർത്ഥം. ഇനി അതുപോലെ ഹൈഡ്രജൻ എന്ന വാക്കിന് എന്താണ് അർത്ഥം? ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ എന്തുണ്ടാകും? ജലമുണ്ടാകും. ഈ ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നതും എന്താണ്? നമ്മുടെ ഹൈഡ്രജനാണ്. ഇനി ആസിഡുകളുടെ പൊതു സ്വഭാവങ്ങൾ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളിൽ നിന്നും ആസിഡുകളുടെ എന്തെല്ലാം പൊതു സ്വഭാവങ്ങളാണ് തിരിച്ചറിഞ്ഞത്? അത് ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്താൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഇവിടെ എന്താണ് ആസിഡുകളുടെ പൊതു സ്വഭാവങ്ങൾ ചോദിച്ചാൽ നമുക്ക് പറയാം പുളിരുചിയുണ്ട്. നീല ലിറ്റ്മസിനെ എന്താക്കുന്നു? ചുവപ്പ് നിറമാക്കുന്നു. ആസിഡുകൾ എന്ത് ചെയ്യുന്നു? നീല ലിറ്റ്മസിനെ എന്താണ്? ചുവപ്പ് നിറമാക്കുന്നു. ഇനി അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇനി നമ്മൾ പറയുന്നത് ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാകുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു എന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന സന്ദർഭങ്ങളുടെ കാരണം വിശദീകരിക്കാമോ? അപ്പോൾ ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ 2-3 സന്ദർഭങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അച്ചാറുകൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മൾ അച്ചാറുകൾ സൂക്ഷിക്കുന്നത് ലോഹപാത്രത്തിലല്ല. അപ്പോൾ അതിനുള്ള കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു ആസിഡുകൾ എന്തുമായിട്ട് പ്രവർത്തിക്കുന്നു? നമ്മുടെ ലോഹങ്ങളുമായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? അച്ചാറുകൾ ലോഹപാത്രത്തിൽ സൂക്ഷിക്കാത്തത്. ഇനി തൈര്, മോര് ഇവ ചേർത്ത കറികൾ ഉണ്ടാക്കാൻ മൺപാത്രങ്ങളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ തൈരും മോരും ചേർത്ത കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? മൺപാത്രങ്ങൾ ഉപയോഗിക്കുന്നു. ആ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഇനി ആസിഡുകളുടെ ഉപയോഗങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? വിനാഗിരി ആസിഡ് സ്വഭാവമുള്ള ഒരു പദാർത്ഥമാണ്. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് വിനാഗിരി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാറ്? നമുക്കറിയാം, നമ്മൾ ഇതേപോലെ അച്ചാറുകൾ ഇട്ട് വയ്ക്കുന്നതിന് വിനാഗിരി ഉപയോഗിക്കുന്നു. അതുപോലെ ഭക്ഷണ സാധനങ്ങളൊക്കെ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കാറുണ്ട്? വിനാഗിരി ഉപയോഗിക്കാറുണ്ട്. ഭക്ഷണ സാധനങ്ങൾ കേടാകാതെ സൂക്ഷിക്കാൻ അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? വിനാഗിരി ഉപയോഗിക്കാറുണ്ട്. ഫോമിക് ആസിഡിൻ്റെ ഉപയോഗം നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയല്ലോ. അപ്പം നമ്മൾ പഠിച്ചായിരുന്നു റബ്ബർ പാൽ കട്ടിപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞു. ഇത് എന്താണ്? അച്ചാറുകൾ കേടുവരാതിരിക്കാനായിട്ട് ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? അസറ്റിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഫോർമിക് ആസിഡ് എന്തിനുപയോഗിക്കുന്നു? റബ്ബർ പാൽ ആകാനായിട്ട് വേഗം കട്ടിയാകാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ സിട്രിക് ആസിഡ് നമ്മൾ പഠിച്ചു. പാനീയങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ്. അപ്പോൾ പാനീയങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു. സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ്
ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സൾഫ്യൂരിക് ആസിഡാണ്. ഇനി രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതൊക്കെയാണ്? സൾഫ്യൂരിക് ആസിഡ്. അതുപോലെ രാസവള നിർമ്മാണത്തിന് നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നു. ഇനി അതുപോലെ പെയിൻറ്റ്, ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡാണ്. അപ്പോൾ നൈട്രിക് ആസിഡ് രാസവളം, പെയിൻറ്റ്, ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. ഇനി ടാനിക് ആസിഡ്, തുകൽ, മഷി എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ടാനിക് ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ കാർബോണിക് ആസിഡ് എന്താണ്? നമ്മൾ സോഡ അതുപോലെ അപ്പക്കാരം എന്ന് പറയുന്ന സോഡയിലുള്ള ആസിഡാണ് എന്താണ്? കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി ബേസുകളുടെ ഉപയോഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബേസുകൾ ഏതൊക്കെയാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഇവയൊക്കെ ബേസുകളാണ്. അപ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഇവയൊക്കെ എന്താണ്? ബേസുകളാണ്. അപ്പോൾ ഈ ബേസുകളുടെ ഉപയോഗം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ ഗ്ലാസ് നിർമ്മാണം, മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇനി സോഡിയം ഹൈഡ്രോക്സൈഡ് എന്തിനുപയോഗിക്കുന്നു? സോപ്പ്, പേപ്പർ, റയോൺ എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഉപയോഗം എന്താണ്? സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു, പേപ്പർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു, റയോൺ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതും എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഇനി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ, നമ്മൾ കുളിസോപ്പ് കുട്ടികൾക്കുള്ള സോപ്പ് ഇതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോഫ്റ്റ് സോപ്പ് അല്ലെങ്കിൽ ബാത്ത് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇനി അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്നിവ എന്താണ്? മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ബേസുകളാണ്. ഏതെന്ന് പറയുന്നത്? അലൂമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും. സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബേസ് ഏതാണ്? അപ്പോൾ സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബേസ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സോപ്പ് നിർമ്മാണത്തിന് ഏത് ബേസാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. സോപ്പ് നിർമ്മാണത്തിന് സോഡിയം ഹൈഡ്രോക്സൈഡും അതുപോലെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ഉപയോഗിക്കുന്നുണ്ട്. മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ബേസുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അലൂമിനിയം ഹൈഡ്രോക്സൈഡും അതുപോലെ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും എന്തിലുപയോഗിക്കുന്നു? നമ്മൾ ഏതിലുപയോഗിക്കുന്നു? മരുന്നുകളിൽ ഉപയോഗിക്കുന്നു. സോപ്പിലാണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ഉപയോഗിക്കുന്നു. ബേസുകളുടെ ഉപയോഗങ്ങളിൽ ഒന്നാണ് സോപ്പ് നിർമ്മാണം. അപ്പോൾ ഇവിടെ സോപ്പ് നിർമ്മിക്കുന്ന ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. സോപ്പ് നിർമ്മിക്കാം. സോപ്പ് നിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികൾ എന്തൊക്കെയാണ്? 20 ഗ്രാം സോപ്പ്, 20 സോപ്പ് നിർമ്മിക്കാനാണ്. അപ്പോൾ കാസ്റ്റിക് സോഡ 180 ഗ്രാം. കാസ്റ്റിക് സോഡ എത്ര വേണം? 180 ഗ്രാം കാസ്റ്റിക് സോഡ. വെളിച്ചെണ്ണ 1 കിലോഗ്രാം. വെള്ളം 350 മില്ലി ലിറ്റർ. സോഡിയം സിലിക്കേറ്റ് 100 ഗ്രാം. അപ്പോൾ സോഡിയം സിലിക്കേറ്റ് 100 ഗ്രാം. പിന്നെന്താണ്? സ്റ്റോൺ പൗഡർ 100 ഗ്രാം. കളർ പെർഫ്യൂമും ഒക്കെ വേണം. ഇതൊക്കെ ഇങ്ങനെയാണ് നമ്മൾ സോപ്പ് നിർമ്മിക്കുന്നത്. ഇനി നിർമ്മാണ രീതി എങ്ങനെയാണ്? ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ കാസ്റ്റിക് സോഡ ലയിപ്പിക്കുക. അപ്പോൾ സ്റ്റീൽ പാത്രത്തിൽ വെള്ളമെടുത്ത് എന്ത് ചെയ്യണം? അതിൽ കാസ്റ്റിക് സോഡ ലയിപ്പിക്കുക. കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിക്കുമ്പോൾ വലിയ അളവിൽ താപം പുറത്തുവിടും. അപ്പോൾ കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിക്കുമ്പോൾ എന്ത് ചെയ്യും? വലിയ അളവിൽ അതിൽ നിന്ന് താപം പുറത്തോട്ട് പോകും. ലായനി തണുത്ത ശേഷം അതൊരു പരന്ന പാത്രത്തിൽ എടുത്ത് വച്ച വെളിച്ചെണ്ണയിലേക്ക് സാവധാനം ചേർത്തിളക്കുക. അപ്പോൾ ഇത് തണുത്ത ശേഷം എന്ത് ചെയ്യണം? ഒരു പരന്ന പാത്രം എടുക്കുക. അതിലെടുത്ത് വെച്ച വെളിച്ചെണ്ണയിലേക്ക് എന്ത് ചെയ്യണം? ഈ സോപ്പ് സാവധാനം ചേർത്തിളക്കണം. തുടർന്ന് സോപ്പിൻ്റെ ഗാഢതയും അളവും കൂട്ടാനായി സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ക്രമമായി ചേർക്കാം. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുക? നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന എന്താണ്? സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ക്രമമായി ചേർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോപ്പിന് ഭംഗി കൂട്ടാൻ കളറും സുഗന്ധത്തിനായി പെർഫ്യൂമും ചേർത്ത് കൊടുക്കാം. ഇനി മിശ്രിതം കുറുകുന്നത് വരെ എന്ത് ചെയ്യുക? തുടരെ ഇളക്കണം. കുറുകിയ മിശ്രിതം മോൾഡിൽ ഒഴിച്ചു വയ്ക്കുക. ഉറച്ച ശേഷം മോൾഡിൽ നിന്ന് ഇളക്കി 2 ആഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഇനി വീട്ടിലും നിങ്ങൾക്ക് സോപ്പ് നിർമ്മിച്ച് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോൾഡിന് പകരം എന്തുപയോഗിച്ചാൽ മതി? PVC പൈപ്പ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സോപ്പ് ഉപയോഗിക്കാം.
ഇനി മഞ്ഞൾ എന്ന് പറയുന്നത് ഒരു പ്രകൃതിദത്ത സൂചകമാണ്. മഞ്ഞൾ ആസിഡുകളെ തിരിച്ചറിയാൻ നാം ചെമ്പരത്തിപ്പൂ വരച്ച കടലാസ് ഉപയോഗിച്ചല്ലോ. ഇതൊരു പ്രകൃതിദത്ത സൂചകമാണ്. അപ്പോൾ ആസിഡുകളെ തിരിച്ചറിയാൻ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? ചെമ്പരത്തിപ്പൂ വരച്ച കടലാസാണ് അല്ലേ. അപ്പോൾ ഇത് എന്താണ്? പ്രകൃതിദത്ത സൂചകമാണ് ചെമ്പരത്തിപ്പൂ. ഇതുപോലെ ബേസുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു സൂചകമാണ് നമ്മൾ എന്താണ് താഴെ പറയുന്ന വസ്തുക്കളിൽ സോപ്പ് ലായനിയോ അപ്പക്കാര ലായനിയോ ഒഴിച്ചു നോക്കൂ. മഞ്ഞൾ ഉരച്ച കടലാസ്, അതുപോലെ മഞ്ഞൾ കലക്കിയ വെള്ളം. ഇതിൽ നമ്മൾ സോപ്പ് ലായനിയോ അപ്പക്കാരമോ ഒഴിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അതിന് ചുവപ്പ് നിറമാകും അല്ലേ. നിറത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടായത്? ബേസുകളുടെ സൂചകമാണ് മഞ്ഞൾ എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ബേസുകളിലെ സൂചകം ഏതാണ്? മഞ്ഞൾ ബേസിന് ഉദാഹരണമാണ്. ഇനി ആസിഡുകളുടെയും ബേസുകളെയും തിരിച്ചറിയുന്നതിന് നിറമുള്ള മറ്റ് സസ്യഭാഗങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ബേസുകളായിട്ട് നമുക്ക് പ്രകൃതിദത്തമായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്? ചുവന്ന ചീര, നീല ശംഖുപുഷ്പം, ചുവന്ന കാബേജ്, ബീറ്റ്റൂട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തിനുപയോഗിക്കാം? ബേസുകളായിട്ട് ഉപയോഗിക്കാം. ഈ ചുവന്ന ചീര, അതുപോലെ നീല ശംഖുപുഷ്പം, ചുവന്ന ക്യാബേജ്, ബീറ്റ്റൂട്ട് ഇങ്ങനെയൊക്കെയുള്ളത് ഉപയോഗിക്കാം. അതുപോലെ മഞ്ഞൾ ഒക്കെ ഉപയോഗിക്കാം. ഇവ ഓരോന്നും ഉരച്ച പേപ്പർ, ഇവയുടെ ജ്യൂസ് ഇവ വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് കിട്ടുന്ന നിറമുള്ള ദ്രാവകങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് തയ്യാറാക്കാനായിട്ട് ഇത് കുട്ടികൾക്കുള്ള പരീക്ഷണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ എന്താണ് വിലയിരുത്താം? എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ആസിഡിൻ്റെ സൂചകമായി ഉപയോഗിക്കാവുന്നത് ഇവയിലേതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾ, പതിമുഖം, ചുവന്ന ലിറ്റ്മസ് പേപ്പർ, ഫിനോഫ്തലിൻ. ഇതിലേതാണ് ആസിഡിൻ്റെ സൂചകമായി നമ്മൾ ഉപയോഗിക്കുന്നത്? ചുവന്ന ലിറ്റ്മസ് പേപ്പറാണ്. ഓട്ടോമൊബൈൽ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സൾഫ്യൂരിക് ആസിഡാണ്. ഇനി മേശപ്പുറത്ത് 3B അത് ഒരു പരീക്ഷണമാണ്. അതുപോലെ തന്നെ ഇനി എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ആസിഡുകൾക്ക് യോജിക്കുന്നവയും ബേസുകൾക്ക് യോജിക്കുന്നവയും തരംതിരിച്ച് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? പുളിരുചിയുണ്ട്, ആസിഡിന് പുളിരുചിയുണ്ട്. ഫിനോഫ്തലിൻ ചേർത്താൽ പിങ്ക് നിറമാകും. ആരാണ്? ബേസിനാണ് ഫിനോഫ്തലിൻ ചേർക്കുമ്പോൾ പിങ്ക് നിറം കിട്ടുന്നത്. ബേസ്. വഴുവഴുപ്പുള്ളത് ആർക്കാണ്? ബേസിനാണ്. മീഥൈൽ ഓറഞ്ച് ചേർത്താൽ ഇളം പിങ്ക് നിറം ലഭിക്കുന്നത് ആർക്കാണ്? അപ്പോൾ മീഥൈൽ ഓറഞ്ച് ചേർത്താൽ ഇളം പിങ്ക് നിറം ലഭിക്കുന്നത് ആർക്കാണ്? അത് നമ്മുടെ ബേസിനാണ്. പതിമുഖ വെള്ളത്തിൻ്റെ നിറം മഞ്ഞയാക്കുന്നത് ആരാണ്? അത് ആസിഡാണ്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നത് ബേസാണ്. ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത് ആരാണ്? ലോഹങ്ങൾ ആസിഡുകളാണ് എന്ന് നമ്മൾ പഠിച്ചു. ആസിഡ്. ഇനി കാരരുചിയുള്ളത് ആർക്കാണ്? അത് ബേസുകൾക്കാണ്. ഇനി ആസിഡിൻ്റെ സൂചകങ്ങൾ, ബേസിൻ്റെ സൂചകങ്ങൾ ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പ്രകൃതിദത്തമായിട്ടുള്ള ആസിഡിൻ്റെ സൂചകങ്ങൾ, അതുപോലെ ലാബിൽ ഉപയോഗിക്കുന്നവ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആസിഡിൻ്റെ സൂചകങ്ങൾക്ക് നമുക്ക് പറയാം എന്തൊക്കെയാണ്? ചുവന്ന ചെമ്പരത്തിപ്പൂ ഉരച്ച കടലാസ് എന്തിന് സൂചകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? ആസിഡിൻ്റെ പ്രകൃതിദത്തമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇനി എന്താണ്? ബീറ്റ്റൂട്ട്, പതിമുഖം വെള്ളം ഇതൊക്കെ പ്രകൃതിദത്തമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ചുവന്ന ക്യാബേജ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബീറ്റ്റൂട്ട് ഇതൊക്കെ പ്രകൃതിദത്തമായിട്ട് നമ്മൾ ആസിഡിന് പകരം ഉപയോഗിക്കുന്ന സൂചകങ്ങളാണ്. ആസിഡിന് വേണ്ടി ഉപയോഗിക്കുന്ന സൂചകങ്ങൾ. ഇനി ലാബിൽ ഉപയോഗിക്കുന്ന ഏതൊക്കെ പറഞ്ഞിട്ടുണ്ട്? മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിൻ, പിന്നെ ഏതാണ്? നീല ലിറ്റ്മസ്, ചുവപ്പ് ലിറ്റ്മസ് ഇവയൊക്കെ എന്താണ്? ലാബിൽ ഉപയോഗിക്കുന്നവയാണ്. ഇനി ബേസിൻ്റെ സൂചകങ്ങൾ ഏതൊക്കെയാണ്? പ്രകൃതിദത്തമായിട്ടുള്ള ബേസിൻ്റെ സൂചകങ്ങൾ മഞ്ഞൾ, അതുപോലെ നീല ശംഖുപുഷ്പം ഇതൊക്കെ എന്താണ്? ബേസിൻ്റെ സൂചകങ്ങളായിട്ട് നമ്മൾ പ്രകൃതിദത്തമായിട്ട് ഉപയോഗിക്കുന്നവയാണ്. ഇനി ലാബിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ബേസിൻ്റെ സൂചകമായി ഫിനോഫ്തലിൻ ഉപയോഗിക്കുന്നു, ലിറ്റ്മസ് പേപ്പറുകൾ ഉപയോഗിക്കുന്നു, ഇതൊക്കെ എന്താണ്? മീഥൈൽ ഓറഞ്ച് അതൊക്കെ ബേസിൻ്റെ സൂചകമായിട്ട് നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്നതാണ്. ഇനി ഇവിടെ കുറച്ച് തുടർ പ്രവർത്തനങ്ങൾ, അത് കുട്ടികൾക്കുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 7ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ ഏതാണ്? ആസിഡുകളും ബേസുകളും എന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.